ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റവുമായിട്ടാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഈ ലേറ്റ് ആയിട്ട് ഡിന്നറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 1 മണിക്കൂർ വെള്ളത്തിൽ സോക്കാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം ഞാനിവിടെ നല്ലതുപോലെ കഴുകിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരയാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്കൊരു 4 കോഴിമുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം. നല്ല നെയ്സായിട്ട് തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ നെയ്സായി അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിവിടെ ഇതാ 1 ബൗളും 1 അരിപ്പയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള മാവ് നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കാം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുക്കണം. എന്നാലേ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നല്ല നൈസായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ തരികളൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ അടിച്ചെടുക്കേണ്ടത്. ഈ ഒരു രൂപത്തിൽ കട്ടിയൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇത് ചുട്ടെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലാക്കിയാൽ പെട്ടെന്ന് ഇത് പൊരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. കണ്ടോ, ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അത്രയും ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് വേണ്ടത്. നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ്. മാവിൻ്റെ കൺസിസ്റ്റൻസി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രൂപത്തിൽ ഇത് ചുട്ടെടുക്കാനാവില്ല. ബാറ്റർ റെഡിയായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഈ ഒരു ദോശക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാറ്റർ തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതാ ദോശ ചുട്ടതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. ഓരോന്നും ചുട്ടെടുത്തതിന് ശേഷം പാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചതിന് ശേഷം അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. 1 കപ്പ് അരിക്ക് 4 മുട്ടയാണ് കേട്ടോ ഇതിൻ്റെ അളവ്. എന്നാലേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തേങ്ങാപ്പാലുണ്ടല്ലോ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുന്നതാണ് കറിയേക്കാളും ടേസ്റ്റ്. അപ്പോൾ ഇതാ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിവിടെ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പം അധികം പേർക്കും ലേറ്റായിട്ട് ഡിന്നർ കഴിക്കാനാണല്ലോ ഇഷ്ടം. അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ആക്കി നോക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. എല്ലാവരും അതുകൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്